അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന പേരായിട്ട് ഒരാളുണ്ടായിരുന്നു. അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ. ഷിബിലി ഇമാം റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട സൂഫിയാണ്. ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മഹാനായ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംസാരം കേട്ടു. യാ ഷിബിലി കുൻ മിസ്ലി, ഷിബിലിയെ എൻ്റെ മാതിരി ആയിക്കട്ടോ എന്ന് കേട്ടു. അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹു 4 പ്രാവശ്യം ഇങ്ങനെ നാലോട്ടും ഇങ്ങനെ തെരഞ്ഞു നോക്കി ആരെ പോയി വർത്താനം പറഞ്ഞത്, ആരും കാണാനില്ല. വീണ്ടും നടക്കാണെന്ന് കണ്ടപ്പോ പിന്നെയും കേട്ടു യാ ഷിബിലി കുൻ മിസ്ലി, ഷിബിലി എൻ്റെ മാതിരി ആയിക്കോന്ന്. തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണാനില്ല. പിന്നെ നടക്കാൻ ഒരുങ്ങിയപ്പോൾ 3-മട്ടും കേട്ടു യാ ഷിബിലി കുൻ മിസ്ലി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാലിന്റെ അടിയത്തെ മണ്ണാണ്. ഭൂമി സംസാരിച്ച ആളാണ് അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ദർസെടുത്തു. ഒരു ദിവസം മഹാനവറുകൾ ദർസ് നടത്തുന്ന സ്ഥലത്തേക്ക് ഒരു പിരാന്തൻ കയറി വന്നു. അപ്പൊ ആ പിരാന്തനെ കണ്ടേക്കിന് ഷിബിലി ഇമാമ് ഇരിക്കണോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അയാളെ പോയി സ്വീകരിച്ചു കൊടുന്ന് മൂപ്പര് ദർസെടുത്താൻ വേണ്ടി കൊടുക്കണ വിരിപ്പ് വിരിച്ചു കൊടുത്ത് അതിലിരുത്തി അദ്ദേഹം ഇങ്ങനെ അവ്യക്തമായ കുറെ സംസാരങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് പോയപ്പോ ഒപ്പം പോയിങ്ങാണ്ട് യാത്ര അയച്ചു വിട്ടു. ഇത് കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഇമാം അവറുകളെ, ഗുരുവര്യരെ, എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചു. എന്താ ഇയാൾ എങ്ങനെയൊക്കെ കാട്ടുന്നത് എന്ന് ചോദിച്ചു. ബഗ്ദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്നാണല്ലോ പറയാറുള്ളത്. പിന്നെന്താ മൂപ്പരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഇടപാട് എന്ന് ചോദിച്ചു. അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതേ ചോദ്യം ഞാൻ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിതൊരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, ഇതേ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യം. ഒരു ദിവസം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സഹാബത്തിന് ദർസെടുത്താണ്. അബൂബക്കർ, ഉമർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എല്ലാവരും ഉണ്ട്. നല്ല ദർസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ആൾ അവിടെ വന്നു. ഇപ്പൊ വന്ന ആള് അവിടെ വന്നു. അയാളെ കണ്ടേക്കിന് നബി തങ്ങൾ എഴുന്നേറ്റു. വഴിയിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പ് കൊടുത്തു. അതിലിരുന്നു. അയാൾ എഴുന്നേറ്റ് പോകുമ്പോൾ കൂടെ പോയി യാത്രയാക്കുകയും ചെയ്തു. അയാൾ പോയതിനു ശേഷം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതഫഅലു ഹകദാ ബിഹാദാ വഅഹ്ലു ബഗ്ദാദിൻ യഖൂലൂന ഇന്നഹു മജ്നൂൻ. എന്താ നബിയെ ഇയാൾ അങ്ങനെയൊക്കെ കാട്ടുന്നത്? ബഗ്ദാദുകാർ ഇദ്ദേഹത്തിന് പിരാന്താണ് എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഷിബിലിയെ, ഇങ്ങക്ക് അയാൾ അറിയോ? ഖുർആനില് ഇന്റെ പേരുള്ള ഒരായത്തുണ്ട്. ആ ആയത്ത് ഇദ്ദേഹം ദിവസവും ഒരു പ്രാവശ്യം ഓതാറുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് അല്ലാമ ഷിബിലി റളിയല്ലാഹു അൻഹു. ഇത് തോന വേണ്ട, ഇത് തോനൊന്നും വേണ്ട, അത് കുറച്ചുണ്ടായാൽ മതി. അത് ജീവിതത്തിന്റെ വലിയ വിജയമാണ്. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് യാത്ര പോയി. എവിടുക്കാന്നൊന്നുമില്ലാതെ പോവുകയാണ്. മൂപ്പര് പ്രഖ്യാപിച്ചു, ഞാൻ പോവുകയാണ്, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല, ഉറക്കം വരുന്നില്ല. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പോകരുത് പറഞ്ഞു, നിങ്ങൾ പോകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, എല്ലാവരും അല്ല ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി മദീനയുടെ അതിർത്തി വരെ ആളുകൾ യാത്ര അയച്ചു എന്നാണ്. നാട് വിട്ടു പോണ ആളെ യാത്ര അയക്കൽ അപൂർവേ ഉണ്ടാവുള്ളൂ. ഒരാൾ നാട് വിട്ടു പോകുകയാണെങ്കിൽ യാത്ര അയക്കുക എന്നുള്ളത് അപൂർവമാണ്. അതുണ്ടായി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ മൂപ്പര് കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് കുതിരനെ തിരിച്ചു വിട്ടാണ് നടന്നു. എവിടുക്കാതൊന്നുമില്ല, അങ്ങനെ നടന്ന് പോയി കൂഫയിലെത്തി. അവിടെ നിന്ന് പെണ്ണെട്ടി പാർത്തു. എന്താ പെണ്ണെട്ടി പാർക്കാരണം? ഇനി മടക്കമേ ഇല്ല. കല്യാണം കഴിച്ചിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചു. കൂഫക്കാര് സ്വാഭാവികമായും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കി. സഹാബിയാണല്ലോ, സ്വാഭാവികമായിട്ട് പോലെ നേതാവാക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടതും. ബിലാൽ പോലെ ആ നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബിലാലിനോട് അഭിപ്രായം ചോദിച്ചേ ചെയ്യുള്ളൂ റളിയല്ലാഹു അൻഹു.
സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നില്ല. മഹാനവർക്ക് വരാൻ കഴിയുമായിരുന്നില്ല. ചരിത്രം പറയുന്നത് ആകെ 2 തവണ ഒന്ന് വന്നുപോയി. ഒരു പ്രാവശ്യം ഒന്ന് വന്നുപോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. കേട്ടില്ല, സ്വീകരിച്ചതേയില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊരു ബാങ്ക് കൊടുക്കുകയായിരുന്നു. അപ്പം നബി തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങന്മാർ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് ബാങ്ക് കൊടുത്തത്. പക്ഷെ ആ ബാങ്ക് മുഴുവനാക്കാൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു. മടങ്ങി കൂഫയിലേക്ക്. മഹാനവറുകൾക്ക് രോഗം പിടിപെട്ടു. മഹാനവറുകൾ മരണത്തിന്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങിയപ്പോൾ കൂഫക്കാർ മൊത്തത്തിൽ കരഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രം ചിരിച്ചു. എല്ലാവരും നിലവിളിച്ചപ്പോൾ മൂപ്പര് ചിരിച്ചു. ഭാര്യ കരഞ്ഞു. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സഹധർമ്മിണി, ഇത്രയും കാലം ഞാൻ ആരെ കാണാത്തതിലാണോ വിഷമിച്ചിരുന്നത്, ആ വിഷമം ഇന്നത്തോടുകൂടെ തീരുകയാണ്. ഇജ്ജ് കരഞ്ഞോ? ഞാൻ ചിരിക്കുകയാണ് പറഞ്ഞാൽ മൂപ്പര് ചിരിച്ചു വഫാത്തായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഇഷ്കിൻ്റെ അത്ര മധുരമുള്ള വേറൊരു സാധനവുമില്ല. അതുള്ള എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന്, താബികളിൽ നിന്ന്, തബഉത്താബികളിൽ നിന്ന് നിങ്ങൾ എടുത്താൽ അതിൻ്റെ മാതൃക നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഒരു മനസ്സറിഞ്ഞ സ്വലാത്ത്. താബികളിൽ പ്രസിദ്ധനായിരുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പെണ്ണ് ഒരിക്കൽ ഹസനുൽ ബസരിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോളുണ്ടായിരുന്നു, ആകെ ഒരു മോൾ തന്നെ ഉള്ളൂ, അവൾ മരിച്ചു. എനിക്ക് ഓളൊന്ന് ഉറക്കത്ത് കാണണം, അതിന് നിങ്ങളൊന്ന് ഒരു വഴി എന്തേലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മരിച്ചുപോയ മോളെ ഉറക്കത്ത് കാണാനുള്ള എന്തോ ഒന്ന് ചെല്ലാൻ പറഞ്ഞു കൊടുത്തു. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. ചില പാട്ടന് പാടിയ സെനത് മുത്തസിലാവും. അങ്ങനെയുള്ള ഇനി എവിടെ അത് പറഞ്ഞു എന്ന് ചോദിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത്. അങ്ങനെയുണ്ട്, ചില പാട്ട് പാടിയ അങ്ങനെ ഉണ്ടാവും. മകളൊന്നെനിക്കുണ്ടായിരുന്നു മരിച്ചുപോയി, അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലായി, അതിനുള്ള മാർഗം താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും അതു തേടി വന്നവളാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. മുപ്പത്തിയേഴ് പോയി അത് ചെയ്തു. ഉറക്കത്തിൽ മോളെ കണ്ടു നോക്കുമ്പോ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. കയ്യും കാലൊക്കെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ആകെ അദാബിലാണ്. കാണേണ്ടിയിരുന്നില്ലാന്നായി. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കണ്ടു, കാണേണ്ടിയിരുന്നില്ലാന്നായി, എൻ്റെ കുട്ടി വലിയ അദാബിലാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനും സങ്കടായി. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിറ്റേന്ന് ഈ പെണ്ണിനെ ഹസനുൽ ബസരി സ്വപ്നത്തിൽ കണ്ടു. ഈ മകള് മരിച്ചു എന്ന് പറഞ്ഞ ആ മകളെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. വലിയൊരു കിരീടമൊക്കെ വെച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് ഇത്ര വലിയ ദർജ കിട്ടാൻ എന്തേ കാരണം? അയിലാ പെണ്ണ് പറഞ്ഞു, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി, ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്തു നടന്നുപോയി, ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. അതിൽ പെട്ടി ഞാനും വന്നു കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ബറിന്റെ അടുത്ത് കൂടെ ഒരാൾ നടന്നു പോയപ്പോൾ ഒരു സലാത്ത് ഇല്ലതാണ്. എല്ലാവർക്കും കിട്ടിയപ്പോൾ എനിക്കും കിട്ടി. അങ്ങനെ എൻ്റെ എല്ലാ അദാബുകളും തീർന്ന് എനിക്ക് സ്വർഗത്തിലെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന് ആ പെണ്ണ് സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഒരു മനസ്സറിഞ്ഞ ഒറ്റ സ്വലാത്ത് മതി രക്ഷപ്പെടാൻ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാം രക്ഷപ്പെടും. നബിതങ്ങളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് രക്ഷപ്പെട്ട എല്ലാ ആളുകളും രക്ഷപ്പെട്ടത്. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാകും ഹബീബുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കാറുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ മൂത്രമൊഴിക്കാറുണ്ടായിരുന്നില്ല. താൻ മരണപ്പെടാൽ മറവ് ചെയ്യാനുള്ള സ്ഥലം നേരത്തെ നിശ്ചയിച്ചിട്ട് ആ സ്ഥലത്ത് പോയിരുന്ന് 40,000 ഹത്തം തീർത്ത ആളാണ് അബൂ ഹനീഫ ഇമാമ്. മഹാനവറുകളുടെ ഖസീദത്തുൻ നുഅ്മാനിയ എന്നൊരു കാവ്യമുണ്ട്, മദ്ഹുൻ നബി കാവ്യം. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലേ, സാധുവായ അബൂ ഹനീഫക്ക് നിങ്ങളോടുള്ള ഇഷ്ടമല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടില്ലെങ്കിൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന്. അതുകൊണ്ട് നമ്മുടെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും കൈയൊഴിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ കൈയൊഴിയും, ഉമ്മ കൈയൊഴിയും, എല്ലാവരും കൈയൊഴിയും. പാലത്തിന്റെ അടുക്കൽ അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിൽക്കും. അപ്പോഴാണ് വിശ്വസിച്ച കുറച്ച് ആൾക്കാർ നരകത്തേക്ക് വീണിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുക. നേരെ അങ്ങോട്ട് പോകും, രണ്ടാമത്തെ ശഫാഅത്ത് നടക്കും. എന്നാ നബിയെ വിശ്വസിച്ച ആൾക്കാരൊക്കെ മോചിപ്പിച്ചോളി എന്ന് പറയും. മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കിയതിന് ശേഷം മാത്രമാണ് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. അവസാനത്തെ ആളെ മോചിപ്പിച്ചിട്ട്. ശഫാഅത്ത് ഇല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും വലിയ പരാജയമായി. ശഫാഅത്താണ് നമ്മുടെ ഏക പ്രതീക്ഷ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കണ്ണില്ലാത്തവന് കാഴ്ച ഉണ്ടാവാനല്ല കണ്ണട. കണ്ണില്ലാത്തവന് കാഴ്ചയുണ്ടാവാനല്ല കണ്ണട. കുറഞ്ഞ കാഴ്ചയുള്ള ആൾക്ക് നല്ലോണം കാണാനാണ് കണ്ണട. ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് സ്വർഗം കിട്ടാനല്ല ശഫാഅത്ത്, യോഗ്യതയുള്ളവർക്ക് സ്പീഡാകാനാണ് ശഫാഅത്ത്. അതുകൊണ്ട് ശഫാഅത്തിന്റെ യോഗ്യത നമ്മൾ ഇവിടെ നിന്ന് നേടിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന ദുആ ബാങ്കിന്റെ ശേഷമുള്ള ദുആയിരിക്കും. എന്താ കാരണം? അത് ചൊല്ലിയാൽ വജബത്ത് ലഹു ശഫാഅത്തി എന്നാണ്. ശഫാഅത്ത് നിർബന്ധമാവുന്ന ദുആയാണത്. അതുകൊണ്ട് നമുക്ക് നിസ്സാരമായി തോന്നും. അതുകൊണ്ട് ശഫാഅത്തിനെ നിർബന്ധമാക്കുന്ന അമലുകളിലേക്ക് നമ്മൾ മുന്നിടണം. നമ്മുടെ ഖൽബിയായ സ്നേഹത്തിനപ്പുറം തബഈയായ സ്നേഹത്തിലേക്ക് നബിതങ്ങളോടുള്ള സ്നേഹം പോകണം. അവർക്ക് മുമ്പിൽ ദുനിയാവും ആഖിറും ഒക്കെ പരാജയപ്പെടും. ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 500 റൗള ഷരീഫ് തുറന്ന് കൈ കൊടുത്തിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദിക്ക് റൗള തുറന്ന് സലാം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഹിജ്റ 500 റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് കൈ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം വീടിന്റെ മുമ്പിൽ നിന്ന് ദേശം മണ്ണെടുത്തുങ്ങാണ്ടാണ് ചുംബിച്ചു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. മുത്തി. ആളുകൾ ചോദിച്ചു, ഇതെന്താ മുറ്റത്തുനിന്ന് മണ്ണെടുത്ത് മുത്തുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ മുറ്റത്തെ മണ്ണല്ല മുത്തിയത്, ഞാനിവിടെ നിന്ന് എടുത്തുങ്ങാണ്ട് മുത്തിയിലെ മണ്ണ്, ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണുമ തൊട്ടുങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണുമ തൊട്ടിട്ടാ നിൽക്കണത്. അത് അതിന്റെ അപ്പുറത്തേമ തൊട്ടിട്ടുണ്ട്. അങ്ങനെ അത് മദീനത്തെ മണ്ണുമ തൊട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഒരു തല എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ടിട്ടാ നിൽക്കണത്. ആ മണ്ണാണ് ഞാൻ ഈ മുത്തിയത് എന്ന് പറഞ്ഞ ആളാണ് അഹ്മദ് അൽ കബീർ റിഫായി. എങ്ങനെ തുറന്നു കൊടുക്കാതിരിക്കുക? തബഈയായ സ്നേഹം, ആ ഒരു അർത്ഥത്തിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവനോടെ നബി തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ കാണാൻ കഴിയുമെന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു തൻ്റെ മദീനയിലെ അത്ഭുതങ്ങൾ, മദീനയിലെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്കിൽ മുന്നേറാൻ നമുക്ക് സാധ്യമാവണം.
അങ്ങനെ ജീവിക്കാനും അങ്ങനെ മരിക്കാനും സാധ്യമാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു നമ്മളെ തുണക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.